ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു എഗ് റെസിപ്പിയാണ്. മുട്ടത്തോരൻ അല്ലെങ്കിൽ എഗ് ബുർജി. അടിപൊളി ടേസ്റ്റിയിൽ നമുക്ക് എങ്ങനെയാണ് മുട്ടത്തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചെറുതായിട്ട് കറിവേപ്പിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും, ഇഞ്ചി ഒരു 1/2 ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടാവും, അതും ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു റോ സ്മെല്ല് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും ഇവിടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കറി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ തോരൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ മുട്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ്. ഇതും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു അടിപൊളി ഫ്ലേവേർഡ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്കിത് കിട്ടും. സ്പ്രിംഗ് ഓണിയൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതും കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇനിയത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ടുള്ള മുട്ടത്തോരൻ അല്ലെങ്കിൽ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ചോറിന് വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ചോറിനാനായിട്ട് പറ്റും. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.